അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിനിടയിൽ നിന്ന് വളർന്നുവന്ന മനുഷ്യസ്നേഹിയും സാമൂഹ്യ പ്രവർത്തകനുമാണ് അഡ്വക്കേറ്റ് ഗിരീഷ് നെയ്യാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാറശാലയിൽ നിന്ന് ജനവിധി തേടുമ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും വികസനത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം. തെരഞ്ഞെടുപ്പിന്റെ ആവേശം കത്തിപ്പടരുമ്പോൾ പാറശാല നിവാസികൾക്കായി പ്രത്യേകമൊരു ആമുഖത്തിന്റെ ആവശ്യമില്ല. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിനിടയിൽ നിന്ന് വളർന്നുവന്ന മനുഷ്യസ്നേഹിയും സാമൂഹിക പ്രവർത്തകനുമാണ് അഡ്വക്കേറ്റ് ഗിരീഷ് നെയ്യാർ. പ്രതിസന്ധികളെ അതിജീവിച്ച് വിജയഗാഥ രചിച്ച അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവരുമ്പോൾ പാറശാലയിലും വികസനത്തിന്റെ പുതുചരിത്രം സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. കടന്നുവന്ന വഴികളെയും കഷ്ടപ്പാടുകളെയും പൊതുസമൂഹത്തിനു മുൻപിൽ വെളിപ്പെടുത്താൻ യാതൊരു മടിയുമില്ല ഈ സ്ഥാനാർത്ഥിക്ക്. ഞാൻ പണിയപ്പോഴേ ഞാൻ കയ്യാളായിട്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് ആദ്യം കിട്ടിയത് പള്ളിക്കാട് പഞ്ചായത്ത് ഓഫീസിന്റെ പുതിയൊരു എക്സ്റ്റൻഷൻ റൂം വെച്ചു. 25 രൂപയ്ക്കാണ് ഞാൻ പണിക്ക് പോയത്. രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു മേസ്തിരിയാണ് ഇന്നത്തെ. പിന്നീട് ഞാൻ മേസ്തിരിയായി വന്നപ്പോൾ എനിക്ക് 55 രൂപ 60 രൂപയായിരുന്നു അപ്പുറത്തെ സാലറി. തുറന്നു പറച്ചിലുകളെ അവഹേളിക്കുന്നവരോടും കളിയാക്കുന്നവരോടും ഒന്നു മാത്രമേ പറയാനുള്ളൂ. ഇത് കാഷ്വലായിട്ട് അവിടെ നമ്മൾ പര്യടനത്തിന് വേണ്ടി പോയ സമയത്ത്, സമ്പർക്കത്തിന് പോയ സമയത്ത് ഇങ്ങനെ പണി ചെയ്യുന്ന ഒരു സ്ഥലത്തെത്തി. അപ്പോൾ എനിക്ക് സ്വാഭാവികമായും ഞാൻ അതിൽ നിന്ന് വളർന്നു വന്ന ഒരാളല്ലേ. ആ പണി ചെയ്താണ് എൻ്റെ മുഴുവൻ ബേസ്. അതാണ് പണ്ടൊക്കെ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. എപ്പോഴും ഒരു വർഷത്തിൽ ഒരു ദിവസമെങ്കിലും ആ പണി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത് ഇത്രയും കാലമാണെങ്കിലും ഞാനത് ചെയ്യുന്ന കാണുമ്പോൾ അറിയാമല്ലോ, ഞാനതൊന്നും മറന്നിട്ടില്ല. അതിലൊന്നും കാര്യമില്ല. മറുപടി എന്താണ്? ഇതൊക്കെ മനുഷ്യ സഹജമായ ഇതല്ലേ. ചില ആൾക്കാർക്ക് നല്ലതെന്ന് തോന്നും, ചില ആൾക്കാർക്ക് പ്രഹസനമാണെന്ന് തോന്നും, ചില ആൾക്കാർക്ക് അത് കാണുമ്പോൾ കണക്ഷൻ ഫീൽ ചെയ്യും, നമ്മളെപ്പോലുള്ള ഇതാണെന്ന്. അതൊക്കെ ഒരു സ്വാഭാവികമല്ലേ, അതിലൊന്നും കാര്യമില്ല. അവഗണിക്കപ്പെടുന്ന ജനവിഭാഗത്തിന്റെ ഉന്നമനത്തിനായും നാടിന്റെ വികസനത്തിനായും പ്രവർത്തിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ജനം, തിരുവനന്തപുരം.